രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരു ഗംഭീരമായ പ്രസംഗം നടത്തിയിരുന്നു. ഞാനതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന്, അതായത് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ആ ബഡ്ജറ്റിനെ കുറിച്ച് കൂടി ഏതാണ്ട് 25 മിനിറ്റുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മളിവിടെ വിശദമാക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളിത് കാണുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് അന്ന് തന്നെയാണ്. അതിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് ചക്രവ്യൂഹത്തിലാണ് നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന് ഫിനാൻഷ്യലായിട്ടുള്ള മൊണോപ്പോളി ഉണ്ട്, അത് ചില ആളുകൾക്ക് മാത്രമായിട്ട് ഈ ക്യാപിറ്റലിസത്തിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്, അവരാണ് ഇതിൽ ഒരു പ്ലെയർ ഈ ചക്രവ്യൂഹം ചമക്കുന്നതിൽ. രണ്ടാമത്തെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്, അതായത് രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ഇപ്പോൾ ഗവൺമെൻറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ജനങ്ങളെ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ബഡ്ജറ്റുകൾ ചെയ്യേണ്ടത് എന്താണ്? ബഡ്ജറ്റുകൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ആളുകളെ സ്ട്രെങ്തൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പകരം ജനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. പക്ഷേ ഈ ബഡ്ജറ്റ് ഈ ചക്രവ്യൂഹം ഉണ്ടാക്കിയിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യലി മൊണോപ്പോളി കാത്തു സൂക്ഷിക്കുന്ന, സാമ്പത്തികമായി ഈ രാജ്യത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന വലിയ മോണോപ്പൊളി കാത്തു സൂക്ഷിക്കുന്ന മുതലാളിമാർക്ക് വേണ്ടി, കൂടാതെ രണ്ടാമത് പൊളിറ്റിക്കലായിട്ടുള്ള ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, മൂന്നാമത്തേത് ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിനെയും പോലെയുള്ള ഏജൻസികളെയും ശക്തിപ്പെടുത്തുന്നതാണ് ഈ ബജറ്റ്. സാധാരണ അവരെ വീക്കൺ ചെയ്യുകയും ഗവൺമെൻറ്റിനെ, അതായത് ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് അതിനിശ്ചിതമായ ഷാർപ്പായിട്ടുള്ളൊരു ക്രിറ്റിസിസമാണ് അദ്ദേഹം ആദ്യമേ തന്നെ ഉന്നയിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഫിനാൻഷ്യലിയുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ നിങ്ങൾ കൊന്നു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. കാരണം അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം ഡിമോണിറ്റൈസേഷൻ ആണെങ്കിൽ, രണ്ടാമത്തത് GST കൊണ്ടുവന്നും അതുപോലെ ടാക്സ് ടെററിസം കൊണ്ടുവന്നു. എന്നാൽ ടാക്സ് അടച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഓരോ ഉദ്യോഗസ്ഥന്മാരും വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്താവുന്ന ലെവലിലേക്ക് എത്തിയെന്നും, അത്തരത്തിലുള്ള ടാക്സ് ടെററിസം ഇന്ത്യയിൽ നിലനിൽക്കുന്നുവെന്നും, ഇതുകൊണ്ട് തന്നെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ മുഴുവൻ കൊന്നുകളഞ്ഞു. അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ സാധാരണക്കാരായ യുവാക്കൾക്ക് തൊഴിലില്ലാതായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. ഇനി ബഡ്ജറ്റിലെ ചില വലിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം സംസാരിക്കേണ്ടത്. അത് ഒന്നാമത്തേത് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, 500 കമ്പനികളിൽ നമ്മുടെ രാജ്യത്ത് പഠിച്ചു വരുന്ന ആളുകൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, അതിന് ഗവൺമെൻറ് ഫ്രീ ആയി 5000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഗുണമുണ്ടാക്കാൻ പോകുന്നത് ആ കമ്പനികൾക്കാണ്. അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കൾക്ക് ജനങ്ങൾക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ കാര്യം, എക്സാം പേപ്പറുകളുടെ ലീക്കാണ്. അതായത് കഴിഞ്ഞ 10 കൊല്ലത്തിനകം 70 തവണ നമ്മളിവിടുത്തെ ഇന്ത്യയിലെ പരീക്ഷാ പേപ്പറുകൾ ലീക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന യുവജനങ്ങളെ അടക്കം ഒരു ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ 20 കൊല്ലത്തെ ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്, ഏറ്റവും ചെറിയ പെർസെൻറ്റേജാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വെറും 2.5% മാത്രമേ ഈ ബഡ്ജറ്റിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മൂന്നാമത്തേത്, കഴിഞ്ഞ ബഡ്ജറ്റിലും അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള അഗ്നിവീർ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അഗ്നിവീറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അഗ്നിവീർ സൈനികർക്ക് വേണ്ടിയിട്ട്, നിങ്ങളെപ്പോഴും സൈന്യത്തെയും രാജ്യത്തെയും കുറിച്ചൊക്കെ പറയും, പക്ഷെ അവർക്ക് വേണ്ടി പെൻഷൻ കൊടുക്കാൻ ഈ ബഡ്ജറ്റിൽ 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ലല്ലോ എന്നാണ്. ഇതിൽ അഗ്നിവീറുകൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു വിമർശനം എന്ന് പറയുന്നത് ഇത് തികച്ചും രാഷ്ട്രീയമാണെന്ന് എനിക്കറിയാം. പക്ഷേ രാഷ്ട്രീയമായി വലിയ ബുദ്ധിയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഈ അഗ്നിവീറിൻ്റെ കാര്യത്തിൽ ഹരിയാനയിലും അതുപോലെ ഉത്തർപ്രദേശിലും പഞ്ചാബിലുമൊക്കെ ഗവൺമെൻറ്റിനോട് വലിയ രോഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മൂവാണ് ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. നാലാമത്തേത്, കർഷകരെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം, ലീഗൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള MSP, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ്, നാണ്യവിളകൾക്ക് ഞങ്ങൾ ഏർപ്പെടുത്താം, നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിത്തരും, ഞങ്ങൾ അധികാരത്തിലിരുന്ന് ഞങ്ങളത് നടപ്പിലാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇന്ത്യ മുന്നണി എത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മൊബൈൽ നിങ്ങൾ പാത്രം കൊട്ടാൻ പറഞ്ഞു, അതുപോലെ മൊബൈലിൽ ലൈറ്റ് തെളിയിക്കാൻ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ തെളിയിച്ചിട്ടും നമ്മളിവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗങ്ങളെ
ഇടക്ക് വെച്ച് അദ്ദേഹം അദാനി അംബാനി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ, കാരണം അദാനി അംബാനി എന്നുള്ള പേരുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഓം ബിർള അദ്ദേഹവുമായിട്ടൊരു തർക്കമുണ്ടായപ്പോൾ ഉടനെ തന്നെ കിരൺ റിജിജു എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു മന്ത്രി, അദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയാണ്, അദ്ദേഹം എഴുന്നേറ്റ് ഇദ്ദേഹവുമായിട്ട് ഒന്ന് തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ചോദ്യത്തിന് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് രാഹുൽ ഗാന്ധി വഴങ്ങിക്കൊടുക്കുന്നൊരു ദൃശ്യം നമ്മൾ കണ്ടു. അങ്ങനെ വഴങ്ങിക്കൊടുത്തതിന് ശേഷം കിരൺ റിജിജു പറഞ്ഞു, ഇത് നിങ്ങൾ കിരൺ റിജിജു ഇത്തരത്തിലുള്ളൊരു പേരുകൾ പറയരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും രാഹുൽ ഗാന്ധിയുടെ ഗംഭീരമായിട്ടുള്ള മറുപടി വന്നു. ആ മറുപടി, നിങ്ങൾക്ക് അദാനിയെ അംബാനിയെയും നിങ്ങൾ ഡിഫെൻഡ് ചെയ്തോളൂ, എനിക്കതിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കിരൺ റിജിജു പറഞ്ഞത്, ഇത് നിങ്ങൾ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആ പ്രസംഗിക്കുന്ന സമയം അത്രയും തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ, നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തി കൈ ഉയർത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വഴങ്ങിത്തന്നു, അതുപോലെ നരേന്ദ്രമോദി ഞങ്ങൾക്ക് വഴങ്ങിത്തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ലായിരുന്നു, തടസ്സപ്പെടുത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജനാധിപത്യമാണ് ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് എന്ന് കൂടിയാണ് വളരെ വ്യക്തമായി കിരൺ റിജിജുവിന് മറുപടി കൊടുത്തത്. സത്യത്തിൽ അദ്ദേഹം എഴുന്നേറ്റിട്ടത് കൊണ്ട് കൂടുതൽ ഡാമേജ് ഭരണപക്ഷത്തിന് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും രൂക്ഷമായ ഒരു വിമർശനം, അത് സത്യത്തിൽ ഇനി കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നൊരു പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാ കൂടിയാണ് നമ്മൾ കണ്ടത്. അത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് 73% വരുന്ന ദളിതുകൾ, ആദിവാസികൾ, അതുപോലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ഇതുപോലെയുള്ള ആളുകളാണ്. അതാണ് ഹിന്ദുസ്ഥാൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അവർക്ക് പക്ഷേ ബിസിനസ്സിൽ സ്ഥലമില്ല, കോർപ്പറേറ്റുകളിൽ സ്ഥലമില്ല, ഗവൺമെൻറ്റിൽ സ്ഥലമില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും അവർക്ക് സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഈ 90% വരുന്ന ആദിവാസികളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ദളിതരുമൊന്നും അവർക്ക് ഒരു ഭരണത്തിലും സ്ഥലമില്ലാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിത്രം ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ ചിത്രം ഉയർത്തി കാണിക്കുന്നത് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കെല്ലാം വേണ്ടി ഒരു ഹൽവ സെറമണി നടത്തിയിരുന്നു. ആ ഹൽവ സെറമണി എന്ന് പറഞ്ഞാൽ അവർ മധുരം വിതരണം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ആ ചിത്രത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതിൽ 20 പേരുണ്ട്, പക്ഷേ ആ 20 പേരിൽ ഒരേ ഒരാൾ മാത്രമേ OBC ഉള്ളൂ, ഒരേ ഒരാൾ മാത്രമേ മൈനോറിറ്റി ഉള്ളൂ. അത് തന്നെയാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞു. ഈ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ ശരിക്കും നിർമ്മലാ സീതാരാമൻ്റെ എക്സ്പ്രഷൻ കണ്ട് ഞാൻ ചിരിച്ചുപോയി. കാരണം അവർ മുഖം പൊത്തി പറയുന്ന പോലെ ചിരിച്ചിട്ട് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, മുഖം പൊത്തി ഇരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ ഇത് അവസാനിച്ചത്. സത്യത്തിൽ ഈ ചിത്രം പൊക്കി കാണിക്കുമ്പോൾ ഓം ബിർളയുടെ നേർക്കാണ് ക്യാമറ വെച്ചിരുന്നത്. അപ്പോൾ ഓം ബിർളയുടെ നേർക്ക് ക്യാമറ വെച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം ഈ ചിത്രം പൊക്കി കാണിച്ചപ്പോൾ ഇത് പോസ്റ്ററൊന്നും പൊക്കി കാണിക്കരുതെന്നാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിത്രം പൊക്കി കാണിച്ചപ്പോൾ നമ്മളാരും കണ്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിപരമായത് താഴെ വെക്കുകയും ക്യാമറ ഓഫ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയും ക്യാമറ തൻ്റെ നേരെയാണെന്ന് മനസ്സിലാക്കിയ ഒരേ മൂമെൻറ്റിൽ കൃത്യമായിട്ട് ഈ ചിത്രം വീണ്ടും ഒരിക്കൽ കൂടി ഉയർത്തി കാണിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ രാജ്യത്തേക്ക് എന്ത് മെസ്സേജ് പോകണമെന്ന് വിചാരിച്ച് സ്ട്രാറ്റജിക്കലി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ടീം പുറകിലുണ്ടെന്ന് ഉറപ്പാണ്. ആ ടീം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളൊരു സ്പീച്ചാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ കിരൺ റിജിജുവുമായിട്ടുള്ള സംവാദമോ അല്ലെങ്കിൽ മറ്റൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഗംഭീരമായി ഇവോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞു, അത് കഴിഞ്ഞ തവണ ഞാൻ ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോഴും നിങ്ങളിതുപോലെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ ചിത്രവും പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ കൂടാതെ അദാനി അംബാനിയുടെ പേരുകൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഞാൻ ഇനി മുതൽ അവരെ A1 A2 എന്ന് പറയാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അദാനി അംബാനിയെ A1 എന്നും അദാനി A2 എന്നും പറയാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. ഇതിൻ്റെ അർത്ഥം വളരെ കൃത്യമായ മെസ്സേജുകൾ നമ്മുടെ നാഷണൽ മീഡിയകൾക്കും മീഡിയകളിലൂടെയും വരും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഏറ്റവും ആണായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ മിനിമം സപ്പോർട്ട് പ്രൈസൊക്കെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മിനിമം സപ്പോർട്ട് പ്രൈസൊക്കെ നിങ്ങൾ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ വന്ന് കൊടുക്കാം എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, കഴിഞ്ഞ തവണ ശിവഭഗവാൻ ഉയർത്തി കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഇന്ത്യയിലെ 60-65% വരുന്ന അതർ ബാക്ക്വേർഡും എക്സ്ട്രീംലി ബാക്ക്വേർഡും അതുപോലെ SC STയുമായിട്ടുള്ള ആളുകൾ എല്ലാം വളരെ താല്പര്യത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ശിവഭഗവാന്റെ ചിത്രം ഉയർത്തി കാണുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ കൃത്യമായി 73% വരുന്ന OBCകളുടെയും അതുപോലെ മൈനോറിറ്റീസിൻ്റെയും കാര്യം വരുമ്പോൾ
വളരെ കൃത്യമായി ഒരു ജാതിയും അതിലുള്ള പ്രാതിനിധ്യവുമെല്ലാം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വളരെ ശക്തമായൊരു പ്രതിപക്ഷവും അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയും ഉദയം കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതെങ്കിൽ അത് അദ്ദേഹം കണ്ടിന്യൂസ്ലി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നിലനിർത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പപ്പു എന്നൊക്കെ വിളിച്ചിരുന്ന രാഹുലിനെ ഇനി അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പോലും ഓർക്കാൻ പറ്റാത്ത ലെവലിലേക്ക് BJPയും എത്തിയിരിക്കുന്നു. BJPയുടെ ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ബലം തന്നെ കുറച്ചുകൂടി ദുർബലമായിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനത കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ ഇന്നും പാർലമെൻറ്റിൽ കണ്ടത്.